കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മറ്റു പല നേതാക്കന്മാരും വിമർശനം ഉന്നയിക്കുകയുണ്ടായി. ഈ കാര്യത്തെക്കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം രോഷാകുലനായി ആക്രോശിച്ചത് മുഖ്യമന്ത്രി 8-ാം പേജ് വായിക്കട്ടെ എന്നാണ്. പ്രകടന പത്രികയുടെ 8-ാം പേജ് വായിക്കൂ എന്ന് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് പറഞ്ഞതായി മനോരമാദി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രകടന പത്രികയുടെ 8-ാം പേജിൽ പക്ഷേ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഒരു പച്ചക്കള്ളം അദ്ദേഹം മാധ്യമങ്ങളോട് അതുവഴി ജനങ്ങളോട് പ്രതിപക്ഷ നേതാവ് വിളിച്ചു പറയുകയാണ്. എന്തുകൊണ്ടാണ് സത്യത്തിന്റെ കണിക പോലും ഇല്ലാത്ത ഒരു കാര്യം, അടുത്ത നിമിഷം തന്നെ പൊളിഞ്ഞു വീഴും എന്ന് ഉറപ്പുള്ള ഒരു കാര്യം ഇത്ര ആർജവത്തോടെ പ്രതിപക്ഷ നേതാവിന് വിളിച്ചു പറയാൻ കഴിയുന്നത്? ഒരു വരി പോലും പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ലെങ്കിലും പ്രകടന പത്രികയുടെ 8-ാം പേജ് വായിക്കൂ എന്ന് ആക്രോശിക്കാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി അദ്ദേഹത്തിന് എന്ന് പലരും ആലോചിക്കുന്നുണ്ടാവും. മറ്റൊന്നുമല്ല, വലതുപക്ഷത്തിന്റെ പതാകവാഹകരായി മാറിയ കേരളത്തിലെ മാധ്യമങ്ങളുടെ നെറികേടിന്റെ കരുത്താണ് ഈ കരുത്ത്. എന്ന് വെച്ചാൽ എന്തു പച്ച കള്ളം പറഞ്ഞാലും തിരിച്ചൊരു ചോദ്യം പോലും ചോദിക്കാതെ ആ കള്ളം വാർത്തയുടെ തലക്കെട്ടായി പ്രചരിപ്പിക്കാൻ, ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ തന്റെ വിധേയരായ ആളുകളാണ് ഇന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ, മാധ്യമങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവിന് നല്ലതുപോലെ അറിയാം. 8-ാം പേജ് നോക്കൂ എന്ന് മുഖ്യമന്ത്രിയോട് ആക്രോശിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ ആ 8-ാം പേജിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നോ ചോദിക്കാൻ ആർജവമുള്ള ഒരു പ്രമുഖ മാധ്യമവും ഇന്ന് കേരളത്തിലില്ല. അത് നന്നായി അറിയാവുന്നത് കൊണ്ടാണ് ഇത്തരം കള്ളങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നത്. അത് CPM മേടിച്ചിട്ട് എല്ലാവരും മേടിച്ചിട്ടുണ്ട്. ഞാൻ തെളിവ് തരാം. തെളിവ് തരാന്ന്. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? നിങ്ങൾ അല്ല, അത് നിങ്ങൾ എന്ത് ഇങ്ങനെ ഈ ഭാഷയിൽ സംസാരിക്കുന്നത്? ഞാനേ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രസ് ക്ലബിൽ വന്ന ഒരാളാണ്. നിങ്ങൾ ഈ ശത്രുക്കളോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കല്ലേ? നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ തെളിവ് തരാന്നല്ലേ ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ സംസാരിക്കല്ലേ? ഞാൻ തെളിവ് തരാന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കൈരളിയിൽ നിന്നും ദേശാഭിമാനിയിലും വന്ന് നിരന്തരമായി വേറെ ആർക്കും ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ നിരന്തരമായി അങ്ങനെ ശല്യപ്പെടുത്തരുത്. ദേവി, ഒരേ ചോദ്യം 100 പ്രാവശ്യം ചോദിക്കരുത്. ഞാൻ പറഞ്ഞ CPM ബോണ്ട് വാങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് പറയാനും തെളിയിക്കാനുള്ള ബാധ്യത താങ്കൾക്കുണ്ട്. ഞാൻ തെളിവ് തരാന്ന് പറഞ്ഞല്ലേ, എന്നിട്ടും താങ്കൾ സംസാരിച്ചോണ്ടിരിക്കല്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ തെളിവ് തരാന്ന് ഞാനല്ലേ പറയണത്. CPIM ഇലക്ട്രൽ ബോണ്ട് വാങ്ങി എന്ന് പറയാൻ മാത്രം ഹിമാലയൻ വങ്കത്തം സ്വന്തമായി ഉള്ളയാളാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് ഉറപ്പുണ്ട്, ഇത്തരത്തിലുള്ള ഭൂമിയേക്കാൾ വലിയ നുണകൾ പുലമ്പിയാലും കേരളത്തിലെ മാധ്യമങ്ങൾ അത് കേട്ടു നിൽക്കും. ചോദ്യം ചോദിക്കാൻ ആർജവമുള്ളത് കൈരളിക്കും ദേശാഭിമാനിക്കും മാത്രമായിരിക്കും. അവരെ അധിക്ഷേപിച്ചും ചീത്ത പറഞ്ഞും പറഞ്ഞ കള്ളങ്ങൾ ആവർത്തിച്ചും തനിക്ക് മുന്നോട്ടു പോകാൻ കുട ചൂടിത്തരുന്ന ഭൃത്യന്മാരാണ് കേരളത്തിലെ മറ്റു മാധ്യമ പ്രവർത്തകർ എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നുണയിൽ ജീവിച്ച് നുണയിൽ തന്നെ തുടരാൻ പ്രതിപക്ഷ നേതാവിന് സാധിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് നിരന്തരം നുണ പറയുന്നതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് മാത്രമല്ല, മാധ്യമങ്ങൾക്കു കൂടിയാണ്. മാധ്യമങ്ങളെ നിങ്ങൾ ലജ്ജിക്കുക.